കണി തന്നെ കുരിശാണല്ലോ. ഏതാ സ്ഥലം? എനിക്കൊരു ലൈറ്റ് ചായ. ദോശയും വടയും കൂടെ ആയാലോ? വേണ്ട, വട ഗ്യാസാ. അയ്യോ, വീടല്ലേ? പിന്നെ വീട്ടിലല്ലേ ഉറങ്ങാറെന്ന്. ഇത് എവിടെയത്? ആർക്കറിയാം. കുതിരവണ്ടിക്കാരൻ പണി തന്ന ആശാനെ. ഇവിടുത്തെ സിസ്റ്റം ഇതാണെന്ന് തോന്നുന്നു. എന്ത്? ആദ്യം നാട്ടുകാർ കൈവയ്ക്കും, എന്നിട്ട് പോലീസിന് കൈമാറും. ഈശ്വര, ജയിലായിരുന്നു സേഫ്. ഇവിടെ നിൽക്കണ്ട, വാ. മുതലാളി ഇവങ്ങള് തന്നെ. ഇനി എനിക്ക് ഓടാനും തല്ലുകൊള്ളാനും വയ്യ എൻ്റെ ആശാനെ. ഈ സമയത്ത് പ്രതീക്ഷ കൈവിടരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? എന്തെങ്കിലും ചെയ്യാം. ഒന്ന് ആലോചിക്കട്ടെ. ഒരു മിനിറ്റ് സമയം എന്താ? ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാവരും മുട്ടുകുത്തി. എന്തിനാണാവോ? ഇവരെനിക്ക് ഇതാവോ? ഇതെന്താ ആഫ്രിക്കയോ? ദൈവമേ, പിടികൊടുത്താലോ? നിനക്കെന്താ ഇത്ര തിരക്ക്? അച്ഛന്മാരെ, എനിക്കിങ്ങനെ അധിക നേരം മുട്ടേ നിൽക്കാൻ പറ്റില്ല. വാദത്തിന്റെ അസുഖമുള്ളതാ. നിങ്ങൾക്ക് പിന്നെ ഇത് ശീലമാണല്ലോ. ഞങ്ങളങ്ങ് എഴുന്നേറ്റോട്ടെ. ഓ, നന്ദി. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. കുരിശ് വരച്ചെഴുന്നേറ്റോടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അയ്യാ, എന്റെ കുതിരയ്ക്ക് പോലും അടിവാരത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള വടി ചിലപ്പോ തെറ്റും. ആദ്യമായി വരുന്ന ഇവങ്ക എങ്ങനെ കൃത്യമായി പള്ളിയിൽ തന്നെ എത്തി? റോമല്ലേ? റോം. നിങ്ങൾ റോമിൽ നിന്ന് നേരിട്ട് വന്നതാണോ അതെയോ? റോമോ? ഞങ്ങളുടെ ഈ പള്ളിയിലേക്കായിട്ട് ഗബ്രിയേൽ അച്ഛൻ റോമിൽ നിന്ന് കൊണ്ടുവന്ന അച്ഛന്മാരല്ലേ നിങ്ങൾ? അല്ല, അത് ഞങ്ങ എല്ലാവരും കാത്തിരിക്കുവായിരുന്നു. നമ്മ കാലല പാത്താച്ചില്ലേ അടിവാരത്ത് വെച്ച് എന്നോட കാര്യങ്ങളെല്ലാം കറക്റ്റാ சொல்லியே ஞானக்கல்ലുള്ള അച്ഛന്മാർതാ ഇവർ. അച്ഛന്മാരൊക്കെ ആണ്, എന്നാലും അതെ അതെ. ഞങ്ങള് ശരിക്കും റോമിൽ നിന്ന് വന്ന അച്ഛന്മാരാ. നമ്മുടെ ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞയച്ചതാ. അച്ഛന്മാരോ? ഇവര്? ഞങ്ങളുടെ പൊന്നച്ഛന്മാര് എത്തിയല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തമ്പുരാൻ കാത്തു. എന്റെ കർത്താവേ, എത്ര നാളത്തെ കാത്തിരിപ്പാലിയോ. ഓ, മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ നല്ല ഉഗ്രൻ റോമാണെന്ന്. അപ്പൊ ഞാനോ? ഓ, അത് ഉറപ്പല്ലേ. ഞാൻ ആദ്യം ഇവര് കമ്പിളിക്കകത്തുണ്ടെന്ന് കണ്ടുപിടിച്ചത്. നല്ല ബെസ്റ്റ് മണ്ടന്മാര്. പതുങ്ങാൻ പറ്റിയ സ്ഥലം, പറ്റിയ വേഷം. അച്ഛൻ വേഷമോ? ഞാനൊരു ക്രിസ്ത്യാനി പോലും അല്ല. അത് കുഴപ്പമില്ല, തുടങ്ങാം. അതെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ അച്ഛൻ പറഞ്ഞയച്ച അച്ഛന്മാർ തന്നെയാണ് ഞങ്ങൾ. കുട്ടനാടുകളെ, കുഞ്ഞാടുകളെ. ഓ അങ്ങനെയാണോ? എന്താ കുഞ്ഞാടുകളെ? കപ്പ്യാരെ, എന്താ കപ്പ്യാരെ നോക്കിയേക്കണേ? നമ്മുടെ പൊന്നച്ഛന്മാരെ പള്ളിമടയിൽ കൂട്ടിക്കൊണ്ട് പോ. കൂട്ടിക്കൊണ്ട് പോ. എന്റെ വല്യപ്പാപ്പന്റെ കാലം മുതൽ ഞങ്ങൾ കപ്പ്യാരി പണിയില്ല. വല്യപ്പാപ്പനെ കണ്ടിട്ടുണ്ടോ? എന്നെ പോലെ തന്നെ ഏത് സായിപ്പായിരുന്നെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്നെ തന്നെ കപ്പ്യാരാക്കണം. അതിന് റോമിന്ന് വേറെ ആളെയൊന്നും കൊണ്ടുവരരുത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. ഇതാ പള്ളിമേട.
ഇവിടെയാ നിങ്ങളെ താമസം ഒരുക്കിയിരിക്കുന്നതേ. ആ പറഞ്ഞ പോലെ അച്ഛന്മാരുടെ പെട്ടി നിർമ്മാണമൊക്കെ എന്തിയേ? വന്നോണ്ടിരിക്കുക അല്ലേ? എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. വരും, വന്നോളൂ. വരാതിരിക്കില്ല. അപ്പൊ തൽക്കാലം ഇടാനുള്ളത് ഞാൻ സംഘടിപ്പിച്ചു തരാം. വന്നാട്ടെ, ഓക്കേ. വന്നാട്ടെ. അതെ, നിനക്ക് വേറെ റൂം അറേഞ്ച് ചെയ്ത് തരാം. വന്നാട്ടെ, വന്നാട്ടെ. ബാൽക്കണി ഇല്ല, ഒറ്റ നില. എങ്ങനെയുണ്ട്? ഇത് അച്ഛന്മാര് വരുന്നെന്നറിഞ്ഞപ്പോ തന്നെ രാപ്പകലിൽ നിന്ന് മുറിയൊക്കെ അങ്ങ് വൃത്തിയാക്കി. ഇനിയിപ്പോ അച്ഛന്മാര് കുളിച്ച് റെഡിയായിട്ട് വന്നാ നമുക്ക് തോമിച്ച മുതലാളിയുടെ വീട്ടിലേക്ക് പോകാം. ഇന്നത്തെ ഭക്ഷണം അവിടെ നിന്നാ. കുളിക്കണം നിർബന്ധമൊന്നുമില്ല അല്ലേ? വെറുതെ ടൈം വേസ്റ്റ്. എന്തുവാ ഇങ്ങനെ നോക്കുന്നേ? അല്ല, അത് ആ അതെ, ഈ പോർട്ടുഗീസ് സായിപ്പന്മാരുടെ വരെ ശവക്കല്ലറകളുള്ള പഴയ സിമിത്തേരിയ. പിന്നെ പള്ളിയിൽ കുർബാന മുടങ്ങിയതോടെ സെമിത്തേരിയിലും അടക്കമില്ലാണ്ടായി. കുന്നിനപ്പുറത്തെ തെക്കന്മാരുടെ പള്ളിയിലെ ഇപ്പൊ മിന്നുകെട്ടും അടക്കവും മാമോദിസയും എല്ലാം. ഇവിടുന്നൊരു 10-17 കിലോമീറ്റർ പോണം. പ്രായമായവർക്കൊക്കെ ഭയങ്കര പാടാന്നേ. അവരൊക്കെ പള്ളി പോക്ക് എന്നെ അങ്ങ് നിർത്തി. പള്ളി തുറക്കാത്തോണ്ട് ഇവിടത്തെ വിശ്വാസികൾ അങ്ങ് വലയുവാന്നേ. എന്റെ കർത്താവേ, എന്തോ പറയാനാണെന്ന് പറ. ഇനിയിപ്പോ എല്ലാം ശരിയാകുമല്ലോ. ആ സിമിത്തേരി ഉടനെ വൃത്തിയാക്കിച്ചോളാം. ആർക്കാണോ നിങ്ങളുടെ കൈ കൊണ്ട് ശവം അടക്കാനുള്ള ഭാഗ്യം ആദ്യം കിട്ടുന്നത്? കപ്പിയാർക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്കൊരു 60-60. അല്ല, എന്നാ പിന്നെ ഈ ശവടക്കുന്നതിന് മുമ്പ്, അല്ല ഈ വിശപ്പടക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ചാലോ?